അല്ല അങ്ങനെ പറയും. എനിക്ക് നാട്ടിൽ ഞാൻ ഭക്ഷണം ചോദിച്ചിട്ട് തിന്നില്ല ചിന്നോട്. നാളെ അള്ളാൻ്റെ തില്ലുമ്പോഴേ ഹദീസ് ഇങ്ങനെയാണ്, ഞാൻ നയിച്ചിട്ടുണ്ടായതാണ്, ഞാൻ എത്രാം വയസ്സിൽ നയിച്ചാൽ തുടങ്ങിയിരിക്കണ്. ഞാനാരും പറഞ്ഞു കേട്ടണോ? ഞങ്ങൾ കേട്ടണം, ഞാൻ എത്രയോ കേട്ടണം, ഇപ്പോഴും കേൾക്കരുത്. ഞാൻ അങ്ങനെ നയിച്ചുണ്ടാക്കിയാണ്, ഇങ്ങനെ പോയിട്ടുണ്ടാക്കിയതാണ്, അത്ര ഗതിയിട്ടുണ്ടാക്കിയതാണ്. അതൊന്നും ഒരു മുമ്മിനെ കൊണ്ട് പറയാൻ കഴിയൂല, മുമ്മിനെ കൊണ്ട് നയിച്ചവനും കഴിയൂല, കൈവക്കാരതാണ്. ഈ പാവപ്പെട്ട ഞാനിവിടെ ഇരിക്കണത് അള്ളാൻ്റെ കൃപ കൊണ്ടാണ്. ഈ കൈ ഇങ്ങനെ ആക്കാൻ പോലും എനിക്ക് ചെയ്തില്ല. കഴിവുണ്ടോ? ആയത്തെ ഏതാണെന്നറിയോ? വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനങ്ങളെയും ആര് സൃഷ്ടിച്ചതാണ്? അതിനുള്ള ബുദ്ധി അള്ളാൻ്റെതാണ്, അതിനുള്ള ഐഡിയ അള്ളാൻ്റെതാണ്, എല്ലാം അള്ളാൻ്റെതാണ്. അപ്പോൾ പൈസ ഉള്ളവൻ്റെ അടുത്തുള്ള പൈസ അള്ളാൻ്റെതാണ്. ഗംഭീരമായിട്ട് അള്ളാഹു തആല ഇത് പറഞ്ഞത് സൂറത്ത് ഹദീദിലൊരായത്താണ്. അള്ളാഹു തആല ഏതൊരു സമ്പത്തിൽ നിങ്ങളെ അവൻ്റെ പ്രതിനിധികളാക്കിയോ അതിൽ നിന്ന് നിങ്ങൾ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. ഈ സമ്പത്തിൻ്റെ അള്ളാൻ്റെ ഖലീഫ നമ്മളാണ്, സാധനം അള്ളാൻ്റെതാണ്. അപ്പോൾ ആ സമ്പത്ത് അള്ളാൻ്റെതാണ്. ഈ പാവപ്പെട്ട മനുഷ്യനെ സാധു ആക്കിയത് ആരാണ്? അള്ളയാണ്. ഇവനെ കൈവുള്ളവനാക്കിയതും അള്ളയാണ്. ആ പാവപ്പെട്ടവനുള്ള റിസ്ക്കും അള്ള ഏറ്റെടുത്തതാണ്. അള്ള ഇങ്ങനെയൊക്കെ തന്നെ ഏറ്റെടുക്കൽ. കൈവുള്ളവനോട് പറയാൻ കൊടുക്കുകയാണ്, അത് കൊടുത്തില്ല അള്ളാൻ്റെ നിങ്ങൾ ചെന്നാൽ മതിയോ? അള്ള അങ്ങനെ പറയും, എനിക്ക് നാട്ടിൽ ഞാൻ ഭക്ഷണം ചോദിച്ചിട്ട് തിന്നില്ല ചിന്നോട്. നാളെ അള്ളാൻ്റെ ചെല്ലുമ്പോഴേ ഹദീസ് ഇങ്ങനെയാണ്, ഖിയാമത്ത് നാളിൽ അള്ളാൻ്റെ മുമ്പിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ അള്ള ചോദിക്കണം, ഞാൻ ഭക്ഷണത്തിന് ആവശ്യപ്പെട്ട് നിന്നോട് ചോദിച്ചിട്ട് നീ തന്നില്ല. പടച്ചവൻ അതിന് റബ്ബുൽ ആലമീൻ അല്ലേ? ആ നാട്ടിൽ ഇന്നാലിൻ്റെ അടിമക്ക് വിശപ്പുണ്ടായിരുന്നു, ഭക്ഷണത്തിന് ആവശ്യമുണ്ടായിരുന്നു, അവനെ കണ്ടുപിടിച്ച് കൊടുത്തില്ല. ഞാൻ രോഗിയെ പറ്റി കാണാൻ വന്നില്ല എന്നും പറയാനുള്ളത്. അപ്പോഴും പറയും, ഇതിൽ ലോകരക്ഷിതാവല്ലേ, നാട്ടിൽ ഇന്നാലിൻ്റെ മനുഷ്യൻ രോഗമായിട്ട് കടന്നിരുന്നു, ഇത് കാണാൻ പോയില്ല. ഇജവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്ന അവിടെ കാണുമായിരുന്നു. ഇങ്ങനെയാണ്. അതുകൊണ്ടൊരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഇവിടെ കുറേ പൈസ ഉണ്ടാക്കി ഇങ്ങനെ കെട്ടിപ്പൊട്ടി വെക്കുക, അടുത്ത വലിയ പൈസക്കാരനാണ്, അത്ര ആസ്തിൻ്റെ എന്ന് പറയുക, ഇതൊന്നും എൻ്റെ ജീവിതരക്ഷയല്ല. ഒന്ന്, തൻ്റെ ആവശ്യങ്ങൾക്ക് ആരെ ആശ്രയിക്കാതെ ആരും മുമ്പിൽ കൈ നീട്ടാതെയും പറ്റുമെങ്കിൽ അങ്ങനെ പോകണം എന്നുള്ളൊരു നെയ്യത്ത്. രണ്ടാമത്തെ, കുടുംബത്തിലും അയലോകത്തും കുഴങ്ങിയോലൊക്കെ എന്താക്കണം, സഹായിക്കണം എന്നുള്ള നെയ്യത്ത്. അങ്ങനെ നെയ്യത്ത് വെച്ച് ഒരാൾ ജോലിക്കോ ഗൾഫിക്കോ കച്ചവടത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ 14 രാവിൻ്റെ ചന്ദ്രൻ്റെ ശോഭയോടും തിളക്കത്തോടു കൂടെയാണ് ഈ കരവൻ്റെ മുഖം ഉണ്ടാകുക എന്ന് അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. മറിച്ചൊരു നെയ്യത്താണെങ്കിൽ ഹലാലായ നിലക്ക് തന്നെയാണ് സമ്പാദിക്കുന്നത്, ലക്ഷ്യം വേറെ ഒന്നാണ്. അതെന്താണ്? തക്കാസുറും തഫാഹുറും, പൊങ്ങച്ചം. പിന്നെ ഐഹിക വിഭവങ്ങളിൽ എല്ലാവരെക്കാളും ഞാൻ മികച്ചു നിൽക്കണം എന്നുള്ള ആർത്തി. ഞാൻ അവിടുത്തെ വലിയ പൈസക്കാരൻ, എൻ്റെ വീട്, എൻ്റെ മുറ്റം, എൻ്റെ വാഹനം, എൻ്റെ അടുത്ത കല്യാണം, ഇങ്ങനെയുള്ള ഒരു തഫാഹുറിൻ്റെയും തക്കബുറിൻ്റെയും നീയത്ത് വെച്ചിട്ടാണ് പണം സമ്പാദിക്കണതെങ്കിൽ നാളെ അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹ് അവൻ്റെ മേൽ ഗോപിച്ച നിലക്കായിരിക്കുമെന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വളരെ സുവിദിതമാണ്. ഈ സദസ്സിൽ ഒരുപാട് സന്ദർഭത്തിൽ ഹദീസ് ഞാൻ വായിച്ചിട്ടുണ്ട്.